ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷുഡ് ഹാവ് എന്നിവ തമ്മിലുള്ള വ്യത്യാസവും അതുമാത്രമല്ല ഈ വാക്കുകൾ നമുക്ക് ഡെയിലി എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുമാണ്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. വരണം, സംസാരിക്കണം, കാണണം, പോകണം. അപ്പോൾ ഈ വാക്കുകൾ ചേർന്ന് വരുന്ന സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം ഈ സെൻറ്റൻസ് നോക്കാം. നീ ഇപ്പോൾ തന്നെ അത് എഴുതണം. നീ ഇപ്പോൾ തന്നെ അത് എഴുതണം. എങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതാം? യു ഷുഡ് റൈറ്റ് ഇറ്റ് നൗ. യു ഷുഡ് റൈറ്റ് ഇറ്റ് നൗ. ഇപ്പോൾ തന്നെ എന്നതിന് നൗ ഉപയോഗിക്കാം. ഇനി നീ ഇപ്പോൾ അങ്ങോട്ട് പോകണം. നീ ഇപ്പോൾ അങ്ങോട്ട് പോകണം. യു ഷുഡ് ഗോ ദർ. അങ്ങോട്ട് എന്നതിന് ദർ ഉപയോഗിക്കാം. യു ഷുഡ് ഗോ ദർ. അപ്പോൾ നീ ഇപ്പോൾ തന്നെ അത് എഴുതണം. യു ഷുഡ് റൈറ്റ് ഇറ്റ് നൗ. നീ ഇപ്പോൾ അങ്ങോട്ട് പോകണം. യു ഷുഡ് ഗോ ദർ. ഇങ്ങനെ എഴുതണം, പോകണം, ചെയ്യണം, വരണം എന്നിന് നിർബന്ധപൂർവ്വം പറയുമ്പോൾ നമുക്കവിടെ ഷുഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഷുഡിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. എഴുതണം, പോകണം എന്നിങ്ങനെയുള്ള രീതിയിൽ വരുമ്പോൾ ഷുഡ് ഉപയോഗിക്കാം. 1-2 എക്സാമ്പിൾ കൂടി നോക്കാം. അവൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അവൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഹി, അവൻ അല്ലേ. ഹി ഷുഡ് വർക്ക് ഹാർഡർ. ഹി ഷുഡ് വർക്ക് ഹാർഡർ. അവൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഹി ഷുഡ് വർക്ക് ഹാർഡർ. നീ ലഞ്ച് കഴിക്കണം. നീ ലഞ്ച് കഴിക്കണം. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലേ, കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും. യു ഷുഡ് ഈറ്റ് ലഞ്ച്. യു ഷുഡ് ഈറ്റ് ലഞ്ച്. നീ ദിവസവും എക്സസൈസ് ചെയ്യണം. നീ ദിവസവും എക്സസൈസ് ചെയ്യണം. എങ്ങനെ എഴുതാം? യു ഷുഡ് എക്സർസൈസ് ഡെയിലി. ദിവസവും എന്നുള്ളതിന് നമുക്ക് ഡെയിലി എന്ന് എഴുതാം. അപ്പോൾ യു ഷുഡ് എക്സർസൈസ് ഡെയിലി. ഇനി ചെയ്യണം എന്നതിനാണ് നമ്മളിവിടെ ഷുഡ് ഉപയോഗിച്ചത്. ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ ചെയ്യരുത് എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഷുഡിൻറ്റ്. ഷുഡിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് പ്ലസ് നോട്ട് ആണ്. അതിനെയാണ് നമ്മൾ ഒന്നിച്ച് ഷുഡിൻറ്റ് എന്ന് പറയുന്നത്. യു ഷുഡിൻറ്റ് എക്സസൈസ് ഡെയിലി. നീ ഡെയിലി ദിവസവും എക്സസൈസ് ചെയ്യരുത്. നീ സ്മോക്ക് ചെയ്യരുത്. നീ സ്മോക്ക് ചെയ്യരുത്. അപ്പോൾ ചെയ്യരുത് എന്നതിന് നമ്മൾ പറഞ്ഞത് യു ഷുഡിൻറ്റ്. യു ഷുഡിൻറ്റ് സ്മോക്ക്. പുക വലിക്കരുതെന്നാണ് അല്ലേ. അപ്പോൾ സ്മോക്ക്. യു ഷുഡിൻറ്റ് സ്മോക്ക്. നീ സ്മോക്ക് ചെയ്യരുത്. അപ്പോൾ ആദ്യം പഠിച്ചത് ഷുഡ് ചെയ്യണം എന്ന രീതിയിൽ, ഷുഡിൻറ്റ് ചെയ്യരുത് എന്നത്. ഇനി ഷുഡ് ഹാവ്. ഷുഡ് ഹാവ് നമ്മൾ പറയുന്നത് ചെയ്യണമായിരുന്നു. ചെയ്യണമായിരുന്നു. അതായത് നമുക്കൊരു അവസരം ഉണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ ചെയ്തില്ല. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ആ അവസരത്തെ ഓർത്ത് പറയാണ്, അന്ന് അങ്ങനെ പറയണമായിരുന്നു, അന്ന് അവിടെ പോകണമായിരുന്നു, അന്നങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസുകൾ നോക്കാം. നീ നന്നായി പഠിക്കണമായിരുന്നു. നീ നന്നായി പഠിക്കണമായിരുന്നു. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആ അവസരം ഉപയോഗിച്ചിട്ടില്ല, അതേപ്പറ്റി ഓർത്ത് പിന്നീട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു ഷുഡ് ഹാവ് പഠിക്കണമായിരുന്നു. സ്റ്റഡീഡ് വെൽ. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നീ പഠിക്കണമായിരുന്നു. നീ നന്നായി പഠിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നീ അത് പറയണമായിരുന്നു. നീ അത് പറയണമായിരുന്നു. എങ്ങനെ എഴുതാം? യു ഷുഡ് ഹാവ് said that. You should have said that. നീ അത്
പറയണമായിരുന്നു. ഇവിടെ പറയണമായിരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഷുഡ് ഹാവ് സെഡ് എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ പറയരുതായിരുന്നു, നീ അത് പറയരുതായിരുന്നു. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡൻറ്റ് ഹാവ് സെഡ് ആണ്. പറയരുതായിരുന്നു, യു ഷുഡൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. നീ അത് പറയരുതായിരുന്നു, യു ഷുഡൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. ലാസ്റ്റ് സെൻറ്റൻസ് കൂടി നോക്കാം. നമ്മൾ ആ മുന്നറിയിപ്പ് അവഗണിക്കരുതായിരുന്നു. നമ്മൾ ആ മുന്നറിയിപ്പ് അവഗണിക്കരുതായിരുന്നു. അപ്പം നമുക്ക് എഴുതാം വി ഷുഡൻറ്റ് ഹാവ്. വി ഷുഡൻറ്റ് ഹാവ്. അവഗണിക്കുക എന്നതിന് നമുക്ക് ഇഗ്നോർ എന്ന് എഴുതാം. മുന്നറിയിപ്പ് നമുക്ക് കോമൺ ആണല്ലേ ഇപ്പോൾ, വാർണിംഗ്. അപ്പോൾ വി ഷുഡൻറ്റ് ഹാവ് ഇഗ്നോർഡ് the warning. The warning. We shouldn't have ignored the warning. നമ്മൾ ആ മുന്നറിയിപ്പ് അവഗണിക്കരുതായിരുന്നു. We shouldn't have ignored the warning. അപ്പോൾ should, shouldn't, should have, shouldn't have. ഇനി വളരെ ചെറുതായിട്ടുള്ള എന്നാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. അതായത് ഷുഡ് ആണെങ്കിലും ഷുഡിൻറ്റ് ആണെങ്കിലും അതിനുശേഷം ഉപയോഗിക്കുന്ന വേർഡ് V1 ആയിരിക്കും. ഷുഡ് ആണെങ്കിലും ഷുഡിൻറ്റ് ആണെങ്കിലും അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V1-ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഷുഡ് സ്റ്റഡി, ഷുഡ് സ്റ്റഡി. ഷുഡൻറ്റ് ഗോ, ഷുഡൻറ്റ് ഗോ. ഇതെല്ലാം V1-ലുള്ള വെർബുകളാണ്. അപ്പോൾ ഷുഡ് ആണെങ്കിലും ഷുഡിൻറ്റ് ആണെങ്കിലും അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. ഇനി ഷുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡിൻറ്റ് ഹാവ്, ഇതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3-ലായിരിക്കും. ഒന്നുകൂടി പറയാം, ഷുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡിൻറ്റ് ഹാവ്, ഇതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3-ലായിരിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ ഷുഡ് ഹാവ് സ്റ്റഡീഡ്. സ്റ്റഡി എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് സ്റ്റഡീഡ്. should have studied. ഇനി shouldn't have gone. go എന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് gone. go, went, gone. shouldn't have gone, പോകരുതായിരുന്നു. shouldn't have gone, അപ്പോൾ V3. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് should, shouldn't, should have, shouldn't have. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.